ത്രീ ഗോർജസ് ഡാം ഭൂമിയുടെ കറക്കത്തെ പോലും സ്വാധീനിച്ച അത്ഭുതം. ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ചൈനയിലെ ത്രീ ഗോർജസ് ഡാം 40 ബില്യൺ ടൺ വെള്ളം ഒരൊറ്റ സ്ഥലത്ത് സംഭരിച്ചു നിർത്തിക്കൊണ്ട് ഈ ഡാം ഭൂമിയുടെ ഭ്രമണ വേഗതയെ പോലും സ്വാധീനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എഞ്ചിനീയറിംഗ് ലോകത്തെ ഈ മഹാത്ഭുതത്തിന്റെ നിർമ്മാണ രഹസ്യങ്ങളും അതിശയിപ്പിക്കുന്ന വസ്തുതകളും നമുക്കൊന്ന് പരിശോധിക്കാം. വെള്ളം ഒഴുക്കിവിടുന്ന വിദ്യ. അണക്കെട്ടിലെ ജലനിരപ്പ് ഉയരുമ്പോൾ വെള്ളം ഒഴുക്കിവിടുന്ന രീതിയിൽ ഒരു പ്രത്യേക ഡിസൈൻ നിങ്ങൾക്ക് കാണാം. വായുവിലേക്ക് വെള്ളം തെറിച്ചു വീഴുന്ന രീതിയിലാണ് ഇതിന്റെ സ്പിൽവേകൾ നിർമ്മിച്ചിരിക്കുന്നത്. വെള്ളം നേരിട്ട് അടിഭാഗത്തേക്ക് പതിച്ചാൽ മണ്ണ് ഒലിച്ചുപോയി ഡാമിന്റെ അടിത്തറക്ക് ബലക്ഷയം സംഭവിക്കാം. ഇത് ഒഴിവാക്കാൻ വെള്ളത്തെ 100 മീറ്റർ അകലേക്ക് ഒരു മൂടൽ മഞ്ഞ് പോലെ ചിതറച്ചു കളയുന്ന സാങ്കേതിക വിദ്യയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നിർമ്മാണ രീതി. ശക്തമായി ഒഴുകുന്ന യാങ്സി നദിക്ക് കുറുകെ എങ്ങനെയാണ് ഇത്രയും വലിയ ഡാം പണിതത്? സാധാരണ ഡാമുകൾ പണിയുന്നത് പോലെ നദിയുടെ ഒഴുക്ക് പൂർണ്ണമായും തിരിച്ചുവിടുകയല്ല ചെയ്തത്. പകരം ആദ്യം നദിയുടെ 2/3 ഭാഗത്ത് അണക്കെട്ട് പണിതു. ആ സമയത്ത് നദി ബാക്കി വരുന്ന വശത്തു കൂടെ ഒഴുകി. പിന്നീട് പണിത ഭാഗത്തെ വാതിലുകൾ തുറന്നുവിട്ട് ബാക്കി ഭാഗത്തെ നിർമ്മാണം പൂർത്തിയാക്കി. കപ്പലുകൾക്കുള്ള ലിഫ്റ്റ്. ഇത്രയും വലിയൊരു അണക്കെട്ട് വന്നാൽ നദിയിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെടില്ലേ? ഇല്ല. ഇതിനായി ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പ് ലിഫ്റ്റാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കപ്പലുകളെ വെള്ളത്തിനോടൊപ്പം ഒരു കൂറ്റൻ പെട്ടിയിലാക്കി മുകളിലേക്ക് ഉയർത്താൻ ഇതിന് സാധിക്കും. വെറും 40 മിനിറ്റ് കൊണ്ട് കപ്പലുകൾക്ക് ഈ ഡാം കടക്കാം. ഇതുകൂടാതെ പനാമ കനാൽ മോഡലിൽ 5 ഘട്ടങ്ങളായുള്ള വാട്ടർ ലോക്കുകളും ഇവിടെയുണ്ട്. ഭൂമിയുടെ കറക്കം കുറഞ്ഞു. ഏറ്റവും വിസ്മയിപ്പിക്കുന്ന കാര്യം ഇതാണ്. സമുദ്രനിരപ്പിൽ നിന്നും 175 മീറ്റർ ഉയരത്തിൽ 39 ട്രില്യൺ കിലോഗ്രാം വെള്ളം സംഭരിച്ചപ്പോൾ ഭൂമിയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യൽ മാറ്റം വന്നു. തൽഫലമായി ഭൂമിയുടെ കറക്കം ഓരോ ദിവസവും 0.06 മൈക്രോ സെക്കൻഡ് കുറഞ്ഞതായി നാസയിലെ ശാസ്ത്രജ്ഞർ കണ്ടെത്തി. മനുഷ്യനിർമ്മിതമായ ഒരു വസ്തു പ്രകൃതിയിൽ വരുത്തിയ വലിയൊരു മാറ്റമാണിത്. വൈദ്യുതി ഉൽപാദനം. അമേരിക്കയിലെ പ്രശസ്തമായ ഹൂവർ ഡാമിനേക്കാൾ 10 ഇരട്ടി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഈ ഡാമിൽ ശേഷിയുണ്ട്. കൂറ്റൻ ഫ്രാൻസിസ് ടർബൈനുകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഓരോ ടർബൈനിനും 700 മെഗാവാട്ട് വൈദ്യുതി നിർമ്മിക്കാനുള്ള ശേഷിയുണ്ട്. വെല്ലുവിളികളും ദോഷങ്ങളും. ഈ ഡാം പണിയാൻ വേണ്ടി ഏകദേശം 13 ലക്ഷം ആളുകളെയാണ് അവിടെ നിന്നും ഒഴിപ്പിച്ചത്. കൂടാതെ നദിയിലെ എക്കൽ മണ്ണ് ഡാമിനുള്ളിൽ അടിഞ്ഞുകൂടുന്നതും വലിയൊരു പ്രശ്നമാണ്. ഇത് പരിഹരിക്കാൻ വേനൽക്കാലത്ത് ചെളി ഒഴുക്കിവിടുക, ശൈത്യകാലത്ത് തെളിഞ്ഞ വെള്ളം സംഭരിക്കുക എന്ന തന്ത്രമാണ് എഞ്ചിനീയർമാർ ഉപയോഗിക്കുന്നത്. തർക്കങ്ങളും വെല്ലുവിളികളും നിലനിൽക്കുമ്പോഴും ത്രീ ഗോർജസ് ഡാം ചൈനയുടെ എഞ്ചിനീയറിംഗ് മികവിന്റെ അടയാളമായി ഇന്നും തലയുയർത്തി നിൽക്കുന്നു. പ്രകൃതിയെ മെരുക്കാൻ മനുഷ്യൻ നടത്തിയ ഏറ്റവും വലിയ ശ്രമങ്ങളിൽ ഒന്നാണിത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. നന്ദി.